ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ വീട്ടിൽ മുട്ടയും പഴവും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഇത് ഇങ്ങനെയും കഴിക്കാം, അല്ലാതെ കുറച്ച് ഷുഗർ സിറപ്പിൽ ഇത്തിരി നേരം സോക്ക് ചെയ്തിട്ട് നമുക്കത് അങ്ങനെയും കഴിക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഈ ഷുഗർ സിറപ്പിൽ ഇതുപോലെ സോക്ക് ചെയ്തിട്ട് കഴിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത്. ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ അധികം മധുരം വേണ്ട. ഒരു കപ്പളവിൽ വെള്ളത്തിന് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും ഒരു നുള്ളുപ്പും കൂടി തിളപ്പിച്ചെടുത്തിട്ട് ആറ്റിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ശേഷം ഞാൻ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള പഴം, നേന്ത്രപ്പഴം ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഞാനൊരു കോഴിമുട്ടയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇനി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി ഇതാ മിക്സിയുടെ ജാറിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ശേഷം കുറച്ച് കാഷ്യൂ നട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കാഷ്യൂ നട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കടിക്കുമ്പോൾ ഒക്കെ കാഷ്യൂ നട്ട് കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. ഞാനിവിടെ ഈ മാവ് ഇതുപോലെ കയ്യിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ബോൾസും ഉരുട്ടിയെടുക്കാം. എല്ലാം ഞാൻ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ബോൾസ് എല്ലാം ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ആ മുട്ടയുടെ മിക്സിലേക്ക് ഒന്നിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ കോരി എടുത്തിട്ട് നമുക്ക് ആ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മറ്റേ കൈ ഉപയോഗിച്ച് ഈ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഞാൻ ആ ബോൾ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കണം. ഞാനിവിടെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്കിത് പൊരിക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാൻ. ഞാൻ എല്ലാ ബോൾസും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസിലെ ഫ്ലെയിം കുറച്ച് തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ആളുടെ ഷേപ്പും കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇതുപോലെ അതിൻ്റെ കളറൊക്കെ മാറി വരുന്ന രീതിക്ക് കരിയാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതുപോലെ കോരിയെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കഴിക്കാം. ഇതുപോലെയും കഴിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്കും കഴിക്കാം. പക്ഷെ ഇതുപോലെ കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ മിക്സിയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യാനുസരണം പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തിട്ടാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അളവിൽ ഷുഗർ സിറപ്പ് ആക്കിയെടുക്കുക. അതിനുശേഷം ഈ ബോൾസിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മധുരം ഒരുപാട് അധികം ആവാതെ നോക്കിയാൽ മതി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സിന് ഒരു പ്രചോദനമാകുള്ളൂ. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.